ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല മഴ ദിവസമാണ് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഗംഭീര മഴ. അപ്പോൾ ഇന്ന് ഗോബൂസിന് സ്കൂളില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കർക്കിടക മാസം വന്ന് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛന് വയ്യാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഉഷാറായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മുടക്കല്ലേന്ന് വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ച് ഇന്ന് അമ്പലത്തിൽ പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ റെഡി സെറ്റാക്കി കേട്ടോ. നമ്മുടെ ലച്ചുവിന് രണ്ട് ഭാഗത്ത് മുടിയൊക്കെ കെട്ടി ഞാൻ സെറ്റപ്പ് ആക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഞാനാണ് കേട്ടോ അന്ന് ഡ്രൈവ് ചെയ്യണത്. അപ്പോൾ എല്ലാവരെയൊക്കെ കയറ്റി ഇത് അനിയനാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. അവിടെയൊക്കെ വെള്ളം കയറി നിൽക്കണം കേട്ടോ. എന്നാലും അധികം പ്രോബ്ലം കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കണതാണ്. അത്രയും നല്ല മഴ കാര്യങ്ങൾ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോണ അമ്പലം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ആയിരങ്ങണ്ണി ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ. ആയിരങ്ങണ്ണി അമ്പലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയണതായിരിക്കും. അവിടുത്തെ പൂരം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പൂരം തന്നെയാണ് കേട്ടോ. 40 ആനകൾ മേലെ ഉണ്ടാവും അവിടുത്തെ പൂരത്തിന് കേട്ടോ. നമുക്ക് ആനേനെ എണ്ണി നമുക്ക് തെറ്റും. അത്രയ്ക്ക് ആനകളുണ്ടാവും. അതുപോലെ തന്നെ ജനങ്ങളും. കുംഭമാസത്തിലാണ് അവിടുത്തെ പൂരം. അന്ന് തന്നെയാണ് എൻ്റെ മോൻ്റെ പിറന്നാളും വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പൂരം ഉണ്ട്, അതുപോലെ തന്നെ മോൻ്റെ പിറന്നാളുണ്ട്. രണ്ടും ഞങ്ങൾ ആഘോഷം തന്നെയാണ് കേട്ടോ അന്നും. അപ്പോൾ ഞങ്ങളുടെ ഈ ഭാഗത്തെ ദേശക്കാർക്കൊക്കെ ഭയങ്കര ഒരു ആഘോഷം തന്നെയാണ് ആയിരങ്ങണ്ണി പൂരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹൈവേയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഹൈവേയിലത്തെ റോഡ് പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തിരക്ക് കാര്യങ്ങളുണ്ട്. നല്ല മഴയുണ്ട്. ലച്ചു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവൾക്ക് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കറി കയറിയപ്പോൾ തന്നെ ബഹളം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഗോബൂസ് അതിനെ വെറുപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഓരോന്ന് ഞോണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവൾ ഓളിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലം എത്തി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആയിരങ്ങണ്ണി ഭഗവതി ക്ഷേത്രം. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ദേവീക്ഷേത്രം ആയതുകൊണ്ട് പ്രത്യേകിച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മഴ ആയാലും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും വലിയ മഴ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ സ്വാമിനൊക്കെ തൊഴുത് കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ നമ്മുടെ കർക്കിടക കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കർക്കിടക കഞ്ഞി കുടിക്കുകയാണ്. അപ്പോൾ ലച്ചും അതിൻ്റെ ഇടയിൽ വേണമെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ ലച്ചുവിനും ഞാൻ കുറേശ്ശെ കൊടുത്തു. നല്ല ചൂട്ടോടെ ആ മഴയത്ത് ആ കർക്കിടക കഞ്ഞി നല്ല ചൂട്ടോടെ കുടിക്കാൻ നല്ല ഒരു രസമുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കർക്കിടക കഞ്ഞി കഴിച്ച് വണ്ടിയിൽ കയറി അടുത്ത് ഞങ്ങൾ പോകാൻ പോണത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണ ഹോട്ടലിലേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായ അവിടെ നിന്നാണ്. കാലത്ത് ആരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് അച്ഛൻ പുറത്തുനിന്ന് ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു. അപ്പോൾ ലച്ചൂസിന് ഞാൻ കുറേശ്ശായിട്ട് കൊടുക്കണം കേട്ടോ. അവളിപ്പോൾ ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് ഒളിയും ബഹളം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പുറത്ത് നല്ല മഴ നടക്കാനുണ്ടോ. അവിടെ എത്തുമ്പോഴേക്കും നല്ല മഴ കാര്യങ്ങളൊക്കെ ആയി. ഇത് കണ്ട, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയണത് കേട്ടോ. എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ വണ്ടിയിൽ പോണ ആൾക്കാരൊക്കെ ഡ്രൈവർമാരൊക്കെ അവിടെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കേണ്ടിരുന്നു. നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ വണ്ടിയിലേക്ക് പോവാണ് കേട്ടോ. ഗോബൂസ് ഞങ്ങൾക്ക് കുട കാര്യങ്ങളൊക്കെ നിവർത്തി തന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ നോക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫ്ലോപ്പായി എന്തായാലും. അങ്ങനെ ഞങ്ങൾ തിരിച്ചതേ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ.